70-ാം വയസ്സിൽ മകൾക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ് ശ്രീപാർവതി. നീണ്ട 1.5 മണിക്കൂർ നേരമായിരുന്നു ശ്രീപാർവതി നൃത്ത ചുവടുകൾ വെച്ച് ഏവരെയും അതിശയിപ്പിച്ചത്. പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും തളരാൻ അവർ തയ്യാറല്ല. പ്രായം 70 കഴിഞ്ഞു. പക്ഷേ താളവും ചുവടും കീറുകൃത്യം. മകൾ ഇന്ദുവിനൊപ്പം നൃത്താസ്വാദക സദസ്സിനെ കയ്യിലെടുത്ത് ശ്രീപാർവതി നീണ്ട 1.5 മണിക്കൂർ വിശ്രമമില്ലാതെ ചുവട് വെച്ചു. അപരിചിതർ ചോദിക്കുന്നു ഇതെന്ത് മാജിക് എന്ന്. ശ്രീപാർവതി അടുത്തറിയാവുന്നവർ ചോദിക്കുന്നു ഇതൊക്കെ എന്തെന്ന്. പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. കാരണം അവർ വളരെ ഈസിലി ഒരു ഗ്രാസ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അതുവരെ എനിക്ക് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലായിരുന്നു. കഥകളി പഠിച്ചിട്ടുണ്ട്. അത് പ്രഗത്ഭരായ ആശാന്മാരുടെ അടുത്താണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ വേദികൾ കഥകളി ചെയ്തിട്ടുണ്ട്. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ആരാധന തോന്നി. ഈ മോള് നല്ലപോലെ അമ്മയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പാലക്കാട് സ്വദേശിയായ ശ്രീപാർവതി വിവാഹശേഷം കുടുംബത്തിരക്കുകളേറിയപ്പോഴായിരുന്നു വേദി വിട്ടത്. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മകളോടൊപ്പം നൃത്തം പഠിക്കാനെത്തി. നൃത്തത്തിൽ ഒരിടവേളയെടുത്തതിൽ നഷ്ടബോധമേതുമില്ല ശ്രീപാർവതിക്ക്. പണ്ട് കേരള കലാമണ്ഡലത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു, ഓപ്പൺ കോമ്പറ്റീഷൻ. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളും പുറത്ത് പ്രൈവറ്റായി പഠിക്കുന്ന കുട്ടികളും തമ്മിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കഥകളി മത്സരം. അന്ന് എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. അന്ന് EMS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ കളിച്ചു, എനിക്ക് സമ്മാനം കിട്ടിയെന്നല്ലാതെ അതിൻ്റെ മാഹാത്മ്യം എനിക്കറിയില്ല. ഇപ്പോൾ മോളെ ചേർത്തതിന് ശേഷമാണ് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് മോഹിനിയാട്ടം അടവുകൾ തൊട്ട് പഠിക്കാൻ തുടങ്ങി. അവരെ ചെറുപ്പത്തിൽ എനിക്ക് നന്നായി നോക്കാൻ പറ്റി. അവർ നല്ലൊരു നിലയിലെത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം തന്നെയായിരുന്നില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി വന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു നഷ്ടബോധം ഇല്ല. അമ്മ നൃത്തം അഭ്യസിക്കണമെന്ന് ഏറെ നിർബന്ധം മകൾ ഇന്ദുവിനായിരുന്നു. അമ്മയ്ക്കൊപ്പം വേദി പങ്കിട്ടതിന്റെ നിർവൃതിയിലാണ് മകൾ ഇന്ദു. അന്നുണ്ടായിരുന്ന അമ്മയുടെ ഒരു കാലിബർ ഇന്ന് എനിക്കില്ല. ഡെഫിനറ്റ്ലി ദാറ്റ് ഹംബിൾസ് മീ. എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അമ്മേനെ പോലെ അമ്മയുടെ ആ ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളത്, അമ്മയ്ക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെതായ ഒരു ഇതിൽ എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചിലതൊക്കെ. പ്രാക്ടീസ് മുടക്കാറില്ല. നൃത്തത്തിന് പുറമെ പിയാനോയും പഠിക്കുന്നു. ഈ പ്രായത്തിലും എനർജിയുടെ സീക്രട്ട് എന്തെന്ന് ചോദിച്ചാൽ ശ്രീപാർവതിയുടെ ഉത്തരം ഇങ്ങനെ: ഇന്നത്തെ ദിവസം പോയ തന്നെ, നാളെ അത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഉള്ള സമയം നമ്മളെ കൊണ്ടാവുന്ന മാതിരി നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കണമെങ്കിൽ പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക. അത് ഒന്നിച്ചെല്ലാം കൂടി നേടിയെടുക്കാൻ പറ്റില്ല. കുറേശ്ശായിട്ട് ഓരോ ദിവസം ചെയ്തു വരുമ്പോൾ നമുക്കത് സത്യമായിട്ടും വലിയൊരു നേട്ടമായി മാറും. ഇന്ദു മാത്രമല്ല, മകനും മരുമക്കളുമെല്ലാം എന്തിനുമേതിനും ശ്രീപാർവതിക്കൊപ്പമുണ്ട്. അതുതന്നെയാണ് അവരുടെ കരുത്തും. ഈ കണ്ടത് ഒരു കലാപ്രകടനം മാത്രമല്ല, കലയും മനുഷ്യനും അതോടൊപ്പം തന്നെ ഒരു അമ്മയും മകളും തമ്മിലുള്ള നിഷ്കളങ്കവും ആഴവുമായ സ്നേഹബന്ധം കൂടിയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹ ഓൺലൈനാൻ തന്നെ ഒന്നും കൂടി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശേഷങ്ങൾ കൂടി പറയാൻ. സ്നേഹ, ഈ വർഷങ്ങൾക്ക് ശേഷം ആ വേദിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ, സ്നേഹ പറഞ്ഞത് വെച്ച്, ആ സ്റ്റോറിയിൽ നിന്ന് അറിഞ്ഞത് വെച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും കാലം കടന്നുപോയതിന്റെ നഷ്ടമൊന്നും ഇനി തോന്നേണ്ട ആവശ്യമില്ല. ആ ഒരു വലിയൊരു ആഗ്രഹം അത് സാധിച്ചിരിക്കുകയാണ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അല്ലേ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മകൾക്ക് വലിയൊരു കൈയടി കൊടുക്കും. കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടല്ലോ. അമ്മയും മകളും ഒരേ വേദിയിൽ നൃത്തം ചെയ്യുന്നുവെന്ന് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ ക്യാമറമാനും അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്യാമറമാൻ വേണു ചേട്ടനോട് ഞാൻ പറഞ്ഞത്, ഇത് അമ്മയും മകളും ഒന്നുമല്ല, ഇത് വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 10 മിനിറ്റ് നേരം സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കാര്യം നമുക്ക് മനസ്സിലായത്, അത് അമ്മയും മകളും തന്നെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായത്. അത്രമാത്രം നമുക്ക് മനസ്സിലാവുകയില്ല 70 കഴിഞ്ഞ ഒരാളാണ് അവിടെ നിന്ന് കളിക്കുന്ന കാര്യം മനസ്സിലാവുകയില്ല. അത്രമാത്രം മെയ്വഴക്കത്തോടും കൂടി തഴക്കവും പഴക്കവും ഒക്കെ ചെന്ന് അത്രമേൽ ഭംഗിയായിരുന്നു അത് കാണാൻ.
ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു ഇടവേള പോലും ഇല്ലാതെ ആയിരുന്നു ഇവർ ഈ പെർഫോമൻസ്, ഈ മോഹിനിയാട്ടം ഈ വേദിയിൽ കളിച്ചത് എന്നാണ്. ശ്രീ പാർവതി വളരെ ചെറുപ്പം തൊട്ട് തന്നെ കഥകളി അടക്കം അഭ്യസിച്ച ഒരാളാണ്. വലിയ വലിയ ഗുരുക്കന്മാർക്ക് കീഴിലാണ് ഈ കഥകളി അടക്കം അഭ്യസിച്ചത്. അതിനുശേഷം 21 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. പക്ഷേ കുടുംബ തിരക്കുകളിലൊക്കെ ഏറി മക്കൾ വന്നു. മക്കളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നൃത്ത പഠനം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം മകള് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ മകളെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപികയെ എടുത്തുകൊണ്ട് ചേർക്കുന്നു. അതിനുശേഷം ഈ മകളുടെ നിർബന്ധപ്രകാരമാണ് ശ്രീ പാർവതി വീണ്ടും ചിലങ്കി അണിഞ്ഞെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അധ്യാപിക പറയുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ശ്രമിച്ചു നോക്കാമെന്നൊരു മറുപടി മാത്രമായിരുന്നു ശ്രീ പാർവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം ഓരോ അടവുകളും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. നമുക്കറിയാം, സ്വാഭാവികമായും ചെറുപ്പം തൊട്ടേ നൃത്തം അഭ്യസിക്കുന്ന ജന്മനാ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നൃത്തത്തോടൊരു അടങ്ങാത്ത ഒരാഗ്രഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ പാർവതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാൻ സാധിച്ചതെന്നാണ്. ശ്രീ പാർവതിയുടെ ഒരു തിയറി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഇന്ന് മാത്രമുള്ളതാണ്, അത് നാളെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ക്രിയേറ്റീവായിട്ട് ഈ സമയമൊക്കെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഏറെ ആകർഷിച്ച ഒരു ആശയം തന്നെയാണ്. അത് തന്നെയാണ് മക്കൾക്കും അവര് പകർന്നു കൊടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായും അത് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചെടുത്തല്ലോ. വർഷങ്ങൾ ഇത്രയും നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഇനി ഓർക്കേണ്ട ഒരു കാര്യമില്ല. സ്വന്തം മകൾക്കൊപ്പം വേദി പങ്കിടുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. പിയാനോ ഒക്കെ പഠിക്കുന്നുണ്ട്, അതും കറക്റ്റായിട്ട് പോട്ടെ. ഈ ഒരു സ്പിരിറ്റ് വിട്ട് കളയരുത്, അതുകൂടിയാണ് പറയാനുള്ളത്.